ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ കർത്താവ് ഇതിനകത്ത് ശക്തിയോടെ അയച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളാരും കാഴ്ചക്കാരായിരിക്കരുത്. വലിയ ദൈവശക്തി ഇന്ന് ഒരുപക്ഷെ ആളുകൾ ചുരുക്കമെന്ന് നമുക്ക് തോന്നിയാലും ആത്മാവിൻ്റെ സാന്നിധ്യത്തിന് ഒട്ടും കുറവില്ലാതെ വലിയ ശക്തിയോടെ എനിക്ക് ഉറപ്പുണ്ട് കടന്നു വന്ന് എല്ലാവരെയും കർത്താവ് തൊടാൻ തുടങ്ങുകയാണ്. എത്ര പേര് ഇന്നിട്ട് പകൽ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് എന്നെ തൊടും? ആമേൻ, ഹല്ലേലൂയ. കർത്താവ് എന്നെ തൊട്ടാൽ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. കർത്താവ് എന്നെ തൊട്ടാൽ എൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരും. ആമേൻ. കർത്താവ് എന്നെ തൊട്ടാൽ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവിക പദ്ധതികൾ വെളിപ്പെടും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, ഇത് വർദ്ധനവിൻ്റെ സീസണാണ്. ആമേൻ. വർദ്ധനവിൻ്റെ സീസൺ. ഹല്ലേലൂയ. ഇത് വർദ്ധനവിൻ്റെ സീസൺ. 26 വർദ്ധനവിൻ്റെ സീസണാ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വർദ്ധിപ്പിക്കുന്ന ദൈവം, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം. ആമേൻ, ഹല്ലേലൂയ. എന്താണ് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം? ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കും, അത് നിശ്ചയമാണ്. ഹല്ലേലൂയ. 5 അപ്പം 2 മീൻ. ഹല്ലേലൂയ. ശിഷ്യന്മാർ പറഞ്ഞു, ഇത്രയും വലിയ ജനക്കൂട്ടത്തെ ഇതിനകത്തുനിന്ന് പോഷിപ്പിക്കാൻ പറ്റത്തില്ല, അവരെ പറഞ്ഞ് വീട്ടി വിട്. ഹല്ലേലൂയ. അവർക്ക് ഇത് കൊടുക്കാൻ തികയത്തില്ല. പക്ഷേ കർത്താവ് പറയും, ഞാൻ ഇതിനെ വർദ്ധിപ്പിക്കൂ. എൻ്റെ കരത്തിലേക്ക് കൊണ്ടുവാ, എൻ്റെ കരത്തിലേക്ക് കൊണ്ടുവാ, ഞാൻ അതിനെ നിറയ്ക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പ്രവചിക്കുകയാ. നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിന്റെ കരത്തിൽ കൊണ്ടുവാ. നിന്റെ ശൂന്യത ദൈവത്തിന്റെ കരത്തിൽ കൊണ്ടുവാ. നിന്റെ പ്രശ്നം ദൈവത്തിന്റെ കരത്തിൽ കൊണ്ടുവാ. അതിനകത്തു ദൈവത്തിന്റെ നിറവ്. ഓ ഹല്ലേലൂയ. പിശാചിന് അസൂയ തോന്നുന്നത് പോലെ, പിശാചിന് അസൂയ തോന്നുന്നത് പോലെ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? പിശാചിന് അസൂയ തോന്നുന്നത് പോലെ ഹല്ലേലൂയ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഒരു വർദ്ധനവ്, 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 കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം. ഓ, ആ പദ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇടുകയാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം ആരുടെയൊക്കെയോ മീതെ, ആരുടെയൊക്കെയോ മീതെ, ആരുടെയൊക്കെയോ മീതെ ഇന്ന് തുറക്കുന്നു. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം. ഹല്ലേലൂയ. ആ രീതി കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയാൽ, ആ രീതിയിൽ കർത്താവ് നമ്മളെ ഹല്ലേലൂയ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, പിശാചിന് നിന്നോട് അസൂയ തോന്നും. ഹല്ലേലൂയ. നിന്നെ എതിർത്ത് നിൽക്കുന്നവന് നിന്നോട് അസൂയ തോന്നും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, ആർക്കെങ്കിലുമൊക്കെ നിന്നോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ നിന്നോട് പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിന്നോട് മല്ല് പിടിക്കാൻ വരുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരു കാര്യം ഉറപ്പിച്ചോ, നിന്റെ സീസൺ തുടങ്ങി കഴിഞ്ഞു. നിന്റെ സീസൺ തുടങ്ങി കഴിഞ്ഞു. നിന്റെ വർദ്ധനവിന്റെ സീസൺ, നീ അഭിവൃദ്ധി പ്രാപിക്കുന്ന സീസൺ. ഹല്ലേലൂയ. ചുമ്മാതൊരു പ്രശ്നം നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകത്തില്ല. ചുമ്മാതൊരു പ്രതികൂലം നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക, ഹല്ലേലൂയ, നിനക്ക് മേൽ ദൈവിക പദ്ധതി ഉയർന്നു തുടങ്ങി. ഹല്ലേലൂയ. നിന്റെ അകത്ത് ദൈവത്തിന്റെ പണികൾ നടന്നു തുടങ്ങി. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ പറയണോ, ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുകയാ. പ്രതിസന്ധി ഒന്ന് പുറകെ മാറി മാറി വരുമ്പോൾ പറയണോ, ഇല്ല, ഞാൻ വർദ്ധിക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. പട്ടണത്തിനകത്തു ഞാൻ എഴുന്നേക്കാൻ തുടങ്ങുകയാ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കാൻ തുടങ്ങുകയാ. പ്രതികൂലത്തിന്റെ കാറ്റടിക്കുമ്പോ പറയണോ, ഇല്ല, എന്റെ മഹത്വം വെളിപ്പെടുവാൻ.
പിശാച് നിനക്കെതിരെ പദ്ധതി ഒരുക്കുമ്പോ പറയണം, ഇല്ല, ഹല്ലേലൂയ, ഞാൻ വർദ്ധിക്കാൻ തുടങ്ങുകയാണ്. ഈ ആണ്ടിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അകത്ത് തന്ന ഒരു വിഷയമാ വർദ്ധനവ്, വർദ്ധനവ്, വർദ്ധനവ്. ഹല്ലേലൂയ. ഈ വർഷം നിങ്ങളുടെ ആ സീസൺ ദൈവം തുറക്കുകയാ. ഇന്നലകളിൽ തകർന്ന ഇടത്ത്, ഇന്നലകളിൽ ശൂന്യത അനുഭവിച്ചിടത്ത് നിന്റെ മേലൊരു വർദ്ധനവ്. ഇത് നിന്റെ സീസണാണ്. 26 നിന്റെ സ്ഥിതികൾ തിരിക്കുന്ന, ചരിത്രം തിരിയുന്നത് പോലെ, ചരിത്രം തിരിയുന്നത് പോലെ, ചരിത്രം തിരിയുന്നത് പോലെ. ആർക്കെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, ഹല്ലേലൂയ, നീ വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ചുമ്മാതെ ഒരുത്തൻ നിന്റെ നേരെ എഴുന്നേക്കത്തില്ല, ചുമ്മാതെ ഒരുത്തൻ നിനക്ക് നേരെ സംസാരിക്കത്തില്ല. ഒരു കാര്യം അറിയാ, അവനില്ലാത്തത് എന്തോ ഒന്ന്, അവന്റെ വീടിനകത്തില്ലാത്തത് എന്തോ ഒന്ന്, അവന്റെ തലമുറയിൽ ഇല്ലാത്തത് എന്തോ ഒന്ന് നിന്റെ തലമുറയുടെ മീതെ തുറക്കുന്നു. സ്വീകരിക്കുന്നത്. നിന്റെ അയൽവക്കക്കാരന് നിന്നോട് പ്രശ്നമുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, നിന്റെ വീടിനകത്ത് ദൈവിക പദ്ധതി. നിന്റെ തലമുറയ്ക്ക് വേദേ ഒരുത്തനുമില്ലാത്ത വിഷയം വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അവന്റെ മേൽ ദൈവിക പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. അവന്റെ മേൽ ദൈവിക പദ്ധതി തുറന്നു കഴിഞ്ഞു. പിശാച് അസൂയപ്പെടുന്നത് പോലെ നിന്റെ തലമുറയുടെ മീതെ അത് സ്വീകരിച്ചോ ദൈവത്തിന്റെ പദ്ധതി. യേശുവിന്റെ നാമത്തിൽ പിശാച് അസൂയപ്പെടുന്നത് പോലെ. എന്താ ഇന്ന് അത് തന്നെ പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു. ചിലർക്ക് അസൂയ തോന്നുന്നത് പോലെ മാവേലിക്കര പട്ടണത്തിനകത്ത് നീ ഉയരാൻ തുടങ്ങുകയാ. ചിലർക്ക് അസൂയ തോന്നുന്നത് പോലെ മാവേലിക്കര പട്ടണത്തിനകത്ത് ഇന്നലകൾ നീ തല കുനിച്ചെടുത്ത് പിശാചിന് അസൂയ തോന്നുന്നത് പോലെ ദൈവം നിന്റെ സ്ഥിതികളെ മാറ്റും. ഹല്ലേലൂയ. പിശാചിന് അതിശയം തോന്നുന്നത് പോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എടാ, ഇവൻ ഇന്നലെ തകർന്ന് കണ്ടവനല്ലേ, ഹല്ലേലൂയ, ഇവനും ഇവന്റെ തലമുറയും ദേശത്ത് ഹല്ലേലൂയ പച്ച പിടിക്കത്തില്ലെന്ന് ഞങ്ങൾ ചിന്തിച്ചതല്ലേ. ദേ അവന്റെ സ്ഥിതികൾ മാറുന്നു, ദേ അവന്റെ രീതികൾ മാറുന്നു, ദേ അവന്റെ അവസ്ഥകൾ മാറ്റം വരുന്നു. ഹല്ലേലൂയ. വേര് പിടിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഒറ്റ വേദഭാഗം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12, 13, 14, 15 വേദഭാഗം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള വേദഭാഗം. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അടുത്ത 2 വാക്യം കൂടെ വായിച്ച പോലെ അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസന്മാരും ഉണ്ടായത് കൊണ്ട്, അടുത്ത പദം ശ്രദ്ധിക്കണേ, ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഹല്ലേലൂയ. ഫെലിസ്ത്യർക്ക് അവനോട്, ആ പദം കൊണ്ട് ഇന്ന് പോകാവുള്ളൂ. ഹല്ലേലൂയ. ഫെലിസ്ത്യന് അവനോട് അസൂയ തോന്നി. 26-ാമത്തെ അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ
വലിയ ഒരു ക്ഷാമത്തിൽ നിൽക്കുക. വലിയൊരു ക്ഷാമം ദേശം മുഴുവനും. 26 അധ്യായങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. ഹല്ലേലൂയ. അപ്പന്റെ കാലത്ത് മുതൽ ഉണ്ടായിരുന്നത് കണ്ടിന്യൂസായ, ഹല്ലേലൂയ, കണ്ടിന്യൂസായ ക്ഷാമങ്ങൾ, കണ്ടിന്യൂസായി വരുന്ന ദാരിദ്ര്യത്തിൻ്റെ കെട്ടുകൾ, കണ്ടിന്യൂസായി കണക്റ്റായി വരുന്ന ഫിനാൻഷ്യലി ഉള്ള ഹല്ലേലൂയ ഞെരുക്കങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ 2026 പിതാക്കന്മാർ മുതൽ കണക്റ്റായി വരുന്ന നാളുകളായി നിന്റെ വീടിനകത്ത് പാരമ്പര്യമായി വരുന്ന ഹല്ലേലൂയ സാമ്പത്തിക ക്ഷാമങ്ങളെ ഈ തലമുറയിൽ നീ പൊട്ടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ക്ഷാമം വന്നപ്പോൾ ഇസഹാക്ക് ഈ ദേശത്തൊന്ന് വിടാൻ തീരുമാനിക്കുന്നു. മാവേലിക്കര വലിയൊരു ക്ഷാമം വരുന്നു. നമ്മുടെ ദേശമായിട്ട് നമുക്ക് അങ്ങനെ പറയാം. നമ്മൾ പാർക്കുന്ന ഈ ദേശത്ത് വലിയൊരു ക്ഷാമം. നമ്മൾ ഇവിടുന്ന് മാറിയിട്ട് ചെങ്ങന്നൂരോ ഹല്ലേലൂയ അല്ല പത്തനംതിട്ടയിലോട്ടോ അടൂരോട്ടൊക്കെ മാറി താമസിക്കാൻ പോകുന്നത് പോലെ ഇവിടെ ഒന്നുമില്ല, അവിടേക്ക് മാറി താമസിക്കാമെന്ന് പറഞ്ഞ് പോകാൻ നമ്മൾ റെഡിയാകുന്നു. പക്ഷെ ആ ടൈമിൽ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് ഇസഹാക്കിന്റെ മേൽ തുറക്കുകയാ. ഇസഹാക്കേ, ഇസഹാക്കേ, നീ ഇവിടെ നിന്ന് പോകാനല്ല ദൈവത്തിന്റെ പദ്ധതി. ഇരിക്കുന്നിടത്ത് നിന്നെ കൊണ്ട് ഹല്ലേലൂയ നീ പോയി ഹല്ലേലൂയ മറ്റൊരിടത്തേക്ക് പോകണ്ട. പറയാ നീ മിസ്രൈമിലേക്ക് പോകരുത്. ഹല്ലേലൂയ. ക്ഷാമമായി ഇവിടെ. ശരിയാ, പിതാക്കന്മാരുടെ കാലം മുതലേ ഇത് വരിക. പക്ഷെ ഈ തലമുറയിൽ നീ അതിനെ ജയിക്കും. ഹല്ലേലൂയ. പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഇന്നലകളിൽ കണക്റ്റായി വരുന്ന ചില വിഷയങ്ങളില്ലേ, ഇന്നലകളിൽ ഒന്ന് മാറി നിന്റെ വീടിനകത്ത് എഴുന്നേറ്റ് വരുന്ന ചില പ്രശ്നമില്ലേ, 2026 പ്രശ്നത്തെ കണ്ട് നീ ഓടി ഒളിക്കണ്ട. ഈ തലമുറയെ നീ അതിനെ ക്രോസ് ചെയ്യുമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഈ തലമുറയിൽ നീ അതിനെ പൊട്ടിക്കൂ. ഹല്ലേലൂയ. ഇസഹാക്കേ, നിന്റെ മേലാ ഇത് കിടക്കുന്നത്, നിന്റെ മേലാ ഈ വാഗ്ദത്തം കിടക്കുന്നത്, ചിലതിനെ പൊട്ടിക്കാനുള്ള നിയോഗം കിടക്കുന്നത്. എന്തോ പരിശുദ്ധാത്മാവത്തിൽ ശക്തമായി പ്രവചിക്കുകയാ. ഹല്ലേലൂയ. കണക്റ്റായി വരുന്ന ചില ശാപങ്ങളെ പൊട്ടിക്കുവാൻ, ഹല്ലേലൂയ, കണക്റ്റായി കിടക്കുന്ന പിതാക്കന്മാരുടെ കാലം മുതൽ നീണ്ട വർഷങ്ങളായി ഒന്നുകൂടെ എടുത്തു ഞാൻ പറഞ്ഞ ഹല്ലേലൂയ ഒരു 10 വർഷം ബാക്ക് മുതൽ ഇങ്ങനെ കണക്റ്റായി വരുന്ന ചില പാരമ്പര്യത്തിന്റെ ശാപങ്ങളെ, പാരമ്പര്യത്തിന്റെ DNA-കളെ ആത്മാവിൽ പൊട്ടിക്കുക. കരമടിച്ച് ആത്മാവിൽ ഇന്ന് നിങ്ങളുടെ മേലെ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു. ശരദിനെ പൊട്ടിക്കുക. ഓ റിബാലദേഹിയാരബ ശദരബരബലബ പിശാച് പറയുന്നു, നീ രക്ഷപ്പെടത്തില്ലടാ, അപ്പന്റെ കാലം മുതൽ ഞാനാ ഇതിനകത്ത്. പിശാച് പറയും നീ ഗതി പിടിക്കത്തില്ല, നിന്റെ അപ്പൻ ഗതി പിടിച്ചില്ല, നിന്റെ വല്യപ്പൻ ഗതി പിടിച്ചില്ല, അതിന് മുന്നേയുള്ള ഒറ്റോർത്തം ഗതി പിടിച്ചില്ല. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ പ്രവചിക്കട്ടെ, നിയോഗമുള്ള നീ ആരും ഗതി പിടിച്ചില്ലെങ്കിലോ അഭിഷേകമുള്ള ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. ഇന്നലകളിലെ ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ
പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആരെയൊക്കെയോ നോക്കി പ്രവചിക്കുകയാ. ഇന്നലകളിൽ നിന്റെ വീടിനകത്ത് കണക്റ്റായി കിടക്കുന്ന ശാപങ്ങൾ ഇന്ന് കർത്താവ് പൊട്ടിക്കുകയാണെന്ന്. ഇന്ന് കർത്താവ് പൊട്ടിക്കുകയാ. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണോ? ആത്മാവിൽ ഇതിനെ സ്വീകരിക്ക. പരിശുദ്ധാത്മാവായി കണക്റ്റ് ആകും. പരിശുദ്ധാത്മാവായി സഞ്ചരിച്ച് 5 മിനിറ്റുകൾ ആത്മാവിൽ സഞ്ചരിച്ച് ഇന്ന് നിങ്ങളുടെ മീതെ അഭിഷേകം ദൈവം തുറക്കുന്നു. ചിലതിനെ നീ പൊട്ടിക്കുവാൻ, ഹല്ലേലൂയ, ചിലതിനെ ഇതെന്റെ അപ്പന്മാരുടെ കാലത്തുണ്ടായതാ, ഇതെന്റെ ജീവിതത്തിലും വന്നെന്ന് പറഞ്ഞ അയ്യോ എന്ന് പറഞ്ഞിരിക്കാനല്ല. ഹല്ലേലൂയ, അയ്യോ എന്ന് പറഞ്ഞിരിക്കാനല്ല. ഹല്ലേലൂയ, പ്രശ്നത്തിന്റെ നേരെ ചെല്ലുവാ, പ്രശ്നത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലുവാ. ഇന്ന് നിങ്ങളുടെ മേൽ ദൈവം ഒരു അധികാരത്തെ തരികയാ. കണക്റ്റായി കിടക്കുന്ന ചിലത് സ്വർഗത്തിലെ ദൈവം ഇന്ന് പൊട്ടിച്ചു കളയുന്നെന്ന് ചേച്ചി വിശ്വസിച്ചോ? ആത്മാവിനോട് ശക്തമായി പ്രവചിക്കുന്നു. നിന്റെ കൂടാരത്തിനകത്ത് കണക്റ്റായി കിടക്കുന്ന നീണ്ട 15 വർഷങ്ങളായി ഗതി പിടിപ്പിക്കാതെ, ഹല്ലേലൂയ, പിതാക്കന്മാരുടെ കാലം മുതൽ താഴേക്ക് പോയി, ഹല്ലേലൂയ, ഒരു കരയിലും എത്താൻ കഴിയാതെ, ഹല്ലേലൂയ, മന്ദീഭവിച്ചിട്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് ഇന്ന് ദൈവത്തിന്റെ കരം ഇറങ്ങുകയാ. ഈ തലമുറയിൽ നീ അതിനെ ജയിക്കും. ഈ തലമുറയിൽ നീ അതിനെ ജയിക്കും. ഈ തലമുറയിൽ നീ അതിനെ നിന്റെ മേലെ തുറക്കുന്നു. രണ്ട് 3 മിനിറ്റുകൾ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. പ്രശ്നം കണ്ട് ഓടാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്നൊക്കെ ഓടാനേ സമയം കാണത്തുള്ളൂ. ക്ഷാമം കണ്ട് നീ ഓടാൻ നോക്കിയാ ഓടാനേ സമയം കാണത്തുള്ളൂ. വിഷയം കണ്ട് നീ ഓടി ഒളിക്കാൻ നോക്കിയാ ഓടാനേ കാണത്തുള്ളൂ. പക്ഷെ ഈ ക്ഷാമത്തിനകത്തേക്ക് ഇറങ്ങി നിൽക്ക. നിന്റെ അപ്പന്മാർ വിതയ്ക്കാത്തത്, ഹല്ലേലൂയ, നിന്റെ അപ്പന്മാർ കൊയ്യാത്തത് ഞാൻ നിന്റെ കൈ കൊണ്ട്. പിതാക്കന്മാർക്ക് പിടിക്കാൻ കഴിയാത്തത് സ്വർഗത്തിലെ ദൈവം ഈ കാലത്ത് നിന്റെ മേൽ തുറക്കുകയാ. വിശ്വസിക്കാൻ പറ്റുന്നവർ മാത്രം ആ ദൂതിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. ഇന്നലകളിൽ പരാജയപ്പെട്ട മണ്ണിനകത്ത്, ഇന്നലകളിൽ ശാപമെന്ന് പറഞ്ഞ മണ്ണിനകത്ത്, ഇന്നലകളിൽ ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞെടുത്ത് ദൈവം നിന്നെ മാനിക്കുന്ന യഹോവ പ്രത്യക്ഷനായി അരുളിച്ചത് എന്താണെന്നറിയോ? നീ മിസ്രൈമിലേക്ക് പോകരുത്, നീ പോകണ്ട. ഇവിടുത്തെ ക്ഷാമം കണ്ട്, ഇപ്പൊ അനുഭവിക്കുന്ന പ്രതികൂലം കണ്ട് നീ വേറെ എങ്ങോട്ടും പോകണ്ട. ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഈ ദേശത്ത് താമസിക്കാം. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കൂ, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും ഞാൻ തരൂ. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം ഞാൻ നിവർത്തിക്കും. ഹല്ലേലൂയ. മറന്നു കളയാൻ ഞാൻ അനീതിയുള്ള ദൈവമല്ല. കാരണം ക്ഷാമമുണ്ടായെങ്കിലും അപ്പനോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, നീ പരക്കും. ഹല്ലേലൂയ. ഓ രാകാസദലബ ചുഡാലബ രഗാദേരിയ പറഞ്ഞ പദം ഹല്ലേലൂയ. നീ പരക്കും. ഹല്ലേലൂയ. നീ ക്ഷീണിക്കത്തില്ല, നീ ഒതുങ്ങി പോകത്തില്ല, നീ ചുരുങ്ങത്തില്ല, നീ പരക്കും. ചുരുങ്ങിപ്പോകത്തില്ല.
ഹല്ലേലൂയ. ഇത് ഞാൻ നിന്റെ അപ്പനോട് പറഞ്ഞ ദൂതാ. ഇത് നിന്റെ അപ്പനോട് ഞാൻ പറഞ്ഞ ദൂത ഇസഹാക്കേ. അതുകൊണ്ട് എനിക്ക് നിന്നെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് നിന്നെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. സത്യം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നീ കേട്ട ദൈവിക ആലോചനകൾ നിന്റെ തലമുറയുടെ മേൽ ദൈവം നിവർത്തിക്കും. ചില തലമുറകളുടെ മേൽ ദൈവം വലിയ ഉറവ തുറക്കുന്ന ആത്മാവ് പ്രവചിക്കുന്നു. എനിക്കറിയത്തില്ല, പരിശുദ്ധ ആത്മാവിനോട് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. ചുരുങ്ങിപ്പോയ ചില ആൺ തലമുറകളുടെ ഭാവിയെ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഭയങ്കരമായി വിശാലമാക്കുകയാ. എനിക്കറിയത്തില്ല, ആത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ചുരുങ്ങിപ്പോയ പിശാച് ചുരുക്കിക്കളഞ്ഞ ചില തലമുറകളുടെ ഭാവിയുടെ വഴികളെ ദൈവം ഇന്ന് തുറക്കുകയാ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിശ്വസിക്കുക. നിന്റെ തലമുറ ദേശത്ത് പരക്കാതെ ഇരിക്കുക. നിന്റെ തലമുറ ദേശത്ത് വർദ്ധിക്കാതിരിക്കാൻ പിശാച് കെട്ടിയ സകല സാധ്യതകളെയും ഈ ദേശത്ത് താമസിക്കാം. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. അടുത്ത പദം, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ഹല്ലേലൂയ. എപ്പോഴായി സത്യം കേട്ടതെന്നറിയാമോ? ഒരു തലമുറ ഇല്ലാത്ത കാലത്ത്, ഒരു സാധ്യതയും ഇല്ലാത്ത സമയത്ത് അപ്പൻ കേട്ടൊരു ദൈവ ശബ്ദമുണ്ട്. അപ്പൻ കേട്ടൊരു വാഗ്ദത്തമുണ്ട്. നിനക്ക് സാധ്യതയില്ലാത്ത സമയങ്ങളിൽ, കഴിഞ്ഞ കാലഘട്ടത്തിൽ നീ കേട്ട വാഗ്ദത്തമില്ലേ? ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ തലമുറയ്ക്ക് സാധ്യതയില്ലായിരുന്നപ്പോ നീ കേട്ട വാഗ്ദത്തമില്ലേ? ഇന്നത് ഓർത്തെടുത്തിട്ട് പറഞ്ഞേ, ഈ കാലത്തിൽ ഞാനത് നിവർത്തിക്കും. അതിനകത്തേക്ക് ഞാൻ കയറുമെന്ന്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ, മക്കളില്ലാഞ്ഞ സമയത്താ പറഞ്ഞത്, പക്ഷെ സീസൺ കഴിഞ്ഞു. ഹല്ലേലൂയ. അടുത്ത ജനറേഷൻ വന്നപ്പോൾ പറയുക, നിന്റെ അപ്പനോട് പറഞ്ഞത് എനിക്ക് നിന്നിലൂടെ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ ഇതിനകത്ത് ഇരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിനൊരു പ്രവചന ശബ്ദം കൈമാറട്ടെ. ദൈവം നിന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ഈ 26 നിന്റെ വീടിനകത്ത് ദൈവം തുറക്കുകയാ. 26 നിന്റെ വീടിനകത്ത് തുറക്കുകയാ. ഇന്നലകളിൽ കഴിഞ്ഞു പോകുന്ന പ്രശ്നം കണ്ട് നീ ഓടി ഒളിക്കണ്ട. അതിനകത്ത് നിൽക്ക. ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്നു. പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേ. 2-3 മിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഞാൻ കേട്ട ദൈവ ശബ്ദം നിവർത്തിക്കുക. ഞാൻ കേട്ട ദൈവ ശബ്ദം ഹല്ലേലൂയ വെളിപ്പെടുന്ന സീസണാണത്. ഹല്ലേലൂയ. ആരുടെയൊക്കെ മേൽ ഇന്ന് പകലത് സംഭരം ചെയ്തോണ്ടിരിക്കുകയാ. പരിധികളെ പൊട്ടിച്ചാരൊക്കെയോ പുറത്തു വരികയാ. പരിമിതികളെ കീറി മുറിച്ചാരോ പുറത്തു വരികയാ. ഈ സീസൺ നിന്റെ കൊയ്ത്തിന്റെ സമയമാ. ഈ സീസൺ നിന്റെ കൊയ്ത്തിന്റെ സമയമാ. നീ എഴുന്നേൽക്കുന്ന സമയമാ. ഹല്ലേലൂയ. ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാവ് പാടും. എല്ലാവരും അത് പാടിയാട്ടെ. ഹല്ലേലൂയ. പാടിയ പദം ഒന്ന് ചേർന്ന്. ചിലത് ശാപങ്ങൾ പൊട്ടുന്ന ഞാൻ കാണുന്നു. കണക്റ്റായി കിടക്കുന്ന ചിലത് ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറുകേ. ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറുകേ. ഈ മിനിറ്റിൽ നിങ്ങളുടെ മേലത് തുറക്കുകയാ. എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്മാവ് പാടും.
പാടും ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈ വാഗ്ദത്തം കേട്ടിട്ട്, ഈ അരുളപ്പാട് കേട്ടിട്ട് ആ പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കാൻ ഇസഹാക്ക് കാണിച്ചൊരു ധൈര്യമുണ്ട്. നീ വേറെങ്ങും പോകണ്ട, നീ ഇവിടെ തന്നെ നില്ല്, നീ ഇവിടെ തന്നെ നിൽക്ക. ഈ വിഷയത്തെ നീ ജയിക്കും. ഈ വിഷയത്തെ നീ പൊട്ടിക്കും, ഈ വിഷയത്തെ നീ ജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രശ്നത്തെ നീ ജയിക്കും. ശബ്ദൽ പ്രഭാർദേരിയ ആരോട് പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവചിക്കുന്നു, ഈ വിഷയത്തെ നീ ജയിക്കും, ഈ പ്രശ്നത്തെ നീ ക്രോസ് ചെയ്യോ, ഈ സീസൺ നീ തിരിക്കും. ഹല്ലേലൂയ. ഈ അന്തരീക്ഷം നീ തിരിക്കോ, ഈ സീസൺ നീ കവർ ചെയ്യോ, ഈ സീസൺ നീ കവർ ചെയ്യോ. യേശുവിന്റെ നാമത്തിൽ ഈ സീസൺ നിനക്കുള്ളതാ, ഈ സീസൺ നിനക്കുള്ളതാ. നീ വേറെ എങ്ങും പോകണ്ട, ഇവിടെ തന്നെ നില്ല. നാട്ടുകാർ ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞ വീടല്ലേ നിന്റെ, നീ അത് ഉപേക്ഷിച്ചിട്ട് വേറെ എങ്ങും പോകണ്ട. ഹല്ലേലൂയ. അവിടെ തന്നെ നില്ല. അതിനകത്തെ സകല കെട്ടുകളെയോ ഹല്ലേലൂയ നീ പൊട്ടിക്കുവന്ന്. ഹല്ലേലൂയ. ആ സകലതും തീർന്നെന്ന് പറഞ്ഞ മണ്ണിനകത്ത് ദൈവം നിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു, ചില പ്രശ്നം വന്ന് ഒളിക്കാൻ നോക്കുന്ന ആരോ ഇന്ന് ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് മാറിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആരോ കർത്താവ് ഇന്ന് അവരെ തൊടുകയാ. കർത്താവ് ഇന്ന് അവരോട് പ്രവചിക്കുകയാ, നീ ഓടണ്ട, നീ ഓടണ്ട, അവിടെ നില്ല. ഈ പ്രശ്നത്തിന്റെ അകത്ത് നിന്റെ മേലൊരു ജയം. ഹല്ലേലൂയ. ക്ഷാമം പിടിച്ച സ്ഥലത്ത് പറയത് ഇവിടെ തന്നെ നിൽക്ക. ഇസ്രായേൽ ജനത്തിന്റെ വലിയ നന്മയും സമ്പത്തും അവരുടെ കൃഷിയാ. ക്ഷാമമുണ്ടായ സീസണിൽ ഇസഹാക്ക് വിതയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ക്ഷാമം പിടിച്ചു കിടക്കുമ്പോ ഇസഹാക്ക് വിതയ്ക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞ പ്രശ്നവുമായിട്ട് ഡയറക്റ്റായിട്ട് ഇടപെടാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രശ്നത്തിന്റെ അകത്തേക്ക് ഇസഹാക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറാ, പ്രശ്നത്തിന്റെ അകത്തേക്ക് ആത്മാവിലൊന്ന് ഇറങ്ങാൻ കഴിയാവോ? ഹല്ലേലൂയ. ആത്മാവിൽ നിനക്കൊന്ന് സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ നിനക്കതിനെ പൊട്ടിക്കാനും കഴിയോ? ആത്മാവിൽ നിനക്കതിനകത്തേക്ക് കയറാൻ കഴിഞ്ഞ, ആത്മാവിൽ നിനക്കതിനകത്ത് സഞ്ചരിക്കാൻ കഴിഞ്ഞ, ഹല്ലേലൂയ, നീ ഓടിപ്പോകാൻ നോക്കിയാൽ എങ്ങും പോകത്തില്ല. ഒരിക്കൽ സീസൺ ക്ഷാമമാണെന്ന് പറഞ്ഞ രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നവോമി ഓടിപ്പോയി. ഇരുന്ന ദേശത്ത് ക്ഷാമവാ. മറ്റൊരിടത്തേക്ക് ചെന്ന ഹല്ലേലൂയ ക്ഷാമമായപ്പോൾ ഇവള് ഹല്ലേലൂയ ബേത്ലഹേമിൽ നിന്ന് അടുത്ത ദേശത്തേക്ക് പോകുകയാ. ഓടിപ്പോകാൻ തുടങ്ങിയാൽ ഒരു പക്ഷെ കയ്പിന്റെ അനുഭവം നിന്റെ ജീവിതത്തിനകത്തുണ്ടാകും. പക്ഷെ അപ്പത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോ അവളുടെ സീസൺ തിരിയാൻ തുടങ്ങി, അവളുടെ ചരിത്രം തിരിയാൻ തുടങ്ങി. മാറാ എന്ന് പറഞ്ഞവളുടെ വീടിനകത്ത്, കയ്പെന്ന് പറഞ്ഞവളുടെ വീടിനകത്ത് സമൃദ്ധിയുടെ സീസൺ.
ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു വീട് വെക്കുന്നു, നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തെന്നിരിക്കട്ടെ. നമ്മളൊരു വസ്തു വാങ്ങിച്ചു, ഒരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. ഒരു പക്ഷെ അതിൻ്റെ എന്താ പറയുന്നത്, തറ വരെ കെട്ടി. ഒരു കാരണവശാലും നമുക്കത് മുകളിലേക്ക് കെട്ടാൻ കഴിയുന്നില്ല, മുകളിലേക്ക് നമുക്കത് ഉയർത്താൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഇങ്ങനെ ഹല്ലേലൂയ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കിടക്കുക. അതിനകത്ത് പുല്ല് പിടിച്ച്, അല്ലെ അതിനകത്ത് ഹല്ലേലൂയ ഓരോ അനുഗ്രഹമില്ലാത്ത രീതിയിൽ. പക്ഷേ ദൈവം നിനക്കത് തന്നതാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും അത് ഉയരും. എന്തോ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. ആരുടെയോ കെട്ടിയിട്ട ചില ഭവനങ്ങൾ പൂർത്തീകരിക്കാതെ ഇപ്പൊ മനസ്സിൽ പറഞ്ഞ എന്താണെന്നറിയാമോ? അവിടെ അത് നടക്കത്തില്ല. മറ്റൊരിടത്തേക്ക് മാറിയാലോ, മറ്റൊരിടത്തേക്ക് പോയാലോ? നോ. ഹല്ലേലൂയ. അതിനകത്ത് കയറി നിന്നിട്ട് പറയണം, അതിനകത്ത് കയറിയിട്ട് പറയണം, ഇതെനിക്ക് ദൈവം തന്നതാ പിശാചേ, ഇതിനെ നിനക്ക് അധിക കാലം അടയ്ക്കാൻ കഴിയത്തില്ല. ഇതെനിക്ക് ദൈവം തന്നതാ പിശാചേ, ഇതെനിക്ക് അധിക കാലം അടയ്ക്കാൻ കഴിയത്തില്ല. ഈ സീസണിൽ നീ കൊണ്ടുവന്ന ക്ഷാമത്തെ എന്തൊരു ധൈര്യമായി! ഇത് ദേശം മുഴുവൻ ക്ഷാമമല്ലേ? ദേശം മുഴുവൻ ക്ഷാമം കൊണ്ട് നിറഞ്ഞു കിടക്കുക. ഈ സീസണിൽ വിതയ്ക്കാനോ? ഹല്ലേലൂയ. ഈ സീസണിൽ വിതയ്ക്കാനോ? മണ്ടത്തരം. ഇസഹാക്ക് പറയും, നാട്ടുകാർ പറയും മണ്ടത്തരമെന്ന്, വീട്ടുകാർ പറയും മണ്ടത്തരമെന്ന്, ചാർച്ചക്കാർ പറയും മണ്ടത്തരമെന്ന്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഈ സീസൺ എൻ്റെതാ, ഈ സീസൺ എൻ്റെതാ. ഹല്ലേലൂയ. വായ് തുറന്ന്, ഇതെന്റെ സീസണാണ്, ഇതെന്റെ സീസണാണ്. ആരെല്ലാം മണ്ടനെന്ന് പറഞ്ഞാലോ, ആരെല്ലാം മണ്ടി എന്ന് പറഞ്ഞാലോ, ഇതെന്റെ സീസണാണ്. പിശാച് അസൂയപ്പെടുന്ന ഒരു സീസൺ. ഹല്ലേലൂയ. ഇതിനകത്ത് നീ കയറി നിൽക്കാൻ റെഡിയാണെങ്കിൽ ചിലതിന് നിന്നോട് അസൂയ തോന്നുമെന്ന്. ഹല്ലേലൂയ. ചിലതിന് ഫെലിസ്ത്യൻ അസൂയ തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ ക്ഷാമത്തെ ഇസഹാക്ക് പൊട്ടിച്ചു. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ഫെലിസ്ത്യൻ അസൂയ തോന്നിയത്. ഈ ക്ഷാമത്തെ ഇസഹാക്ക് പൊട്ടിച്ചു. ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, നിങ്ങളുടെ മീതെ കിടക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ പൊട്ടിക്കാൻ തയ്യാറാകണം. നാളുകളായി ചില പ്രശ്നങ്ങളും വന്ന് പറഞ്ഞ്, ക്ഷാമമെന്നും പറഞ്ഞ്, രോഗമെന്നും പറഞ്ഞ് ഒതുങ്ങിയിരിക്കാനല്ല, അതിന്റെ മുകളിൽ ജയിക്കുവാൻ, അതിന്റെ മുകളിൽ ജയിക്കുവാൻ, അതിന്റെ മുകളിൽ കയറി ജയിക്കുവാൻ ഇന്നൊരു അധികാരത്തെ എന്റെ ദൈവം തുറക്കുന്നു. ഇന്നലകളിൽ അറിയാതെ വീടിനകത്ത് കയറി വന്ന ചില രോഗങ്ങളുടെ മേൽ ഇന്നൊരു വലിയ ജയം ദൈവം തരികയാ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. നിന്റെ വീടിനകത്ത് അനാവശ്യമായി കയറി വരുന്ന ചില രോഗങ്ങൾ, ആശുപത്രിയിൽ ഇറങ്ങുവാൻ കഴിയാതെ, ഹോസ്പിറ്റലുകളിൽ ഇറങ്ങുവാൻ കഴിയാതെ, നിന്റെ സാമ്പത്തിക നന്മകളെ മുഴുവനോ ഹോസ്പിറ്റലുകൾ കൊണ്ടുപോകുന്നത് ഇന്ന് രാവിലെ ഈ ആത്മനിറവിൽ നീ പൊട്ടിക്ക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ ചില ക്ഷാമങ്ങളെ പൊട്ടിക്കുവാൻ, പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നതിനെ ആത്മാവിൽ പൊട്ടിച്ച് കയറുവാൻ നിന്റെ മേലെ ഒരു അധികാരം ദൈവം തുറക്കുന്നു. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ സ്വീകരിക്കുക, ആത്മാവിൽ സ്വീകരിക്കുക. ഒരു വലിയ അഭിഷേകം ദൈവം തുറക്കുന്നു.
ആ ചിലത് പൊട്ടിക്കുവാൻ, ചിലത് പൊട്ടിക്കുവാൻ, ചിലത് പൊട്ടിക്കുവാൻ ഒരു അഭിഷേകം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില ക്ഷാമങ്ങളെ തിരികുവാൻ. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിക്ക്, കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ചോ. ഒരു വലിയ അഭിഷേകം തുറക്കുകയാ. ഈ കാലഘട്ടത്തിൽ നീ ചിലത് പിടിക്കോ, ഈ സീസണിൽ നീ ചിലത് തിരിക്കോ, ഈ സീസണിൽ നീ ചിലത് ചില ക്ഷാമങ്ങൾ, ചില ക്ഷാമങ്ങൾ. ഹല്ലേലൂയ. ഇതൊക്കെ പിശാച് കണക്റ്റായി കൊണ്ടുവരുന്നതാ. ഹല്ലേലൂയ. നീണ്ട വർഷങ്ങളായി കിടക്കുന്നതാ. അതിന്റെ മേൽ ദൈവം വലിയ ജയത്തെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഇതിനെ പൊട്ടിക്കാൻ ഒരു അധികാരം, ഇതിനെ പൊട്ടിക്കാൻ ഒരു അധികാരം യേശുവിന്റെ നാമത്തിൽ. പ്രശ്നത്തിന്റെ നേരെ ഇസഹാക്ക് ഇറങ്ങി ചെല്ലുകയാ, പ്രശ്നത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുകയാ. ഹല്ലേലൂയ. എന്നിട്ട് വിതയ്ക്കാൻ തുടങ്ങി. ക്ഷാമമുണ്ടെന്ന് പറഞ്ഞ് മാറിയിരുന്നില്ല, ക്ഷാമമുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരുന്നില്ല, ക്ഷാമമാണെന്ന് പറഞ്ഞ് ഇരുന്നില്ല. ഹല്ലേലൂയ. തമ്പുരാൻ എന്നോട് പറഞ്ഞു, മോനെ നീ കളത്തിൽ ഇറങ്ങിക്കോ. ഹല്ലേലൂയ. നീ ചെയ്തു തുടങ്ങിക്കോ. ഹല്ലേലൂയ. അതിന്റെ മുകളിൽ എന്റെ കരം നീ. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന്, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന്, ഞാൻ പാടും ഉയർവിലും എൻ താഴ്വിലും എന്നാത്തുമാവ് പാടും. പ്രശ്നത്തിന്റെ അകത്തേക്ക് ഇറങ്ങി ചെന്നപ്പോ ഹല്ലേലൂയ വാഗ്ദത്തം ഒന്നുകൂടെ ഓർക്കുക. ഹല്ലേലൂയ. എന്താ എൻ്റെ അപ്പനോട് പറഞ്ഞത്? എൻ്റെ അപ്പൻ കേട്ടൊരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. ക്ഷാമമുള്ള കാലത്തോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ക്ഷേമമായി എന്നെ പോറ്റുന്ന, പ്രശ്നത്തിന്റെ അകത്തോ ക്ഷേമമായി എന്നെ പോറ്റുന്ന. ആ പ്രശ്നത്തിനകത്തൊക്കെ ഇറങ്ങി നിന്ന് വിതയ്ക്കാൻ തുടങ്ങി. ഉണ്ടാവുമോന്നറിയത്തില്ല, ക്ഷാമവൽ ഇതെന്താവുമെന്നറിയത്തില്ല. ഒറ്റ കാര്യം പറയാം, അപ്പൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ നില്ല. ഇതെന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തവാ, ഇതെന്റെ മേൽ കിടക്കുന്ന അരുളപ്പാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്തേക്ക് നിന്നിട്ട് തമ്പുരാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങിയപ്പോ ഹല്ലേലൂയ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന പദത്തെ ഞാൻ നിങ്ങളുടെ മേൽ ഇടുകയാ. ഈ മാവേലിക്കര പട്ടണത്തിനകത്ത്, മാവേലിക്കര പട്ടണത്തിനകത്ത് നീ ഉയരത്തില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ അവർക്ക് അസൂയ തോന്നുന്നത് പോലെ ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ തലമുറകളുടെ മേൽ ഞാൻ ആ പദത്തെ ഇടുകയാ. നിന്റെ തലമുറ ഈ പട്ടണത്തിനകത്ത് നശിക്കുമെന്ന് പറഞ്ഞ് നിന്നെ നോക്കിയവരില്ലേ? ഹല്ലേലൂയ. നീ ഈ പട്ടണത്തിനകത്ത് നിന്റെ തലമുറ ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞവരില്ലേ? ആ തകർന്നെന്ന് പറഞ്ഞവരില്ലേ? അവരുടെ മുന്നിൽ അവർക്ക് അസൂയ തോന്നുന്നത് പോലെ, അവർക്ക് അസൂയ തോന്നുന്നത് പോലെ അവൻ ആട്ടിൻകൂട്ടങ്ങളും വളരെ ദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യന് അസൂയ തോന്നി. ഇവരെന്താ ചെയ്തറിയാവോ? ഈ കിണറെല്ലാം അങ്ങ് മൂടാൻ തുടങ്ങി. കാരണം കൃഷിക്ക് വെള്ളം വേണമല്ലോ. ഇവര് പിന്നെയും കുഴിക്കും, പിന്നെ മൂടും. ഇത് കണ്ടിട്ടൊന്നും ഇസഹാക്ക് മടുത്തുപോയില്ല. പ്രശ്നങ്ങൾ കണ്ട് മടുക്കരുത്, പ്രശ്നങ്ങൾ കണ്ട് ക്ഷീണിക്കരുത്,
പ്രശ്നങ്ങൾ കണ്ട് ഒതുങ്ങരുത്. ഹല്ലേലൂയ. അടുത്തത് കുഴിക്കാൻ തുടങ്ങിയപ്പോ ഹല്ലേലൂയ അവിടെ ഒരു രേഖാബോത്ത് വെളിപ്പെടുകയാ. ഹല്ലേലൂയ. പിന്നെയും പിന്നെയും ഹല്ലേലൂയ വാഗ്ദത്തത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ചിലത് ചെയ്യാൻ തുടങ്ങിയപ്പോ അവിടെ ഒരു രേഖാബോത്ത് വെളിപ്പെടുകയാ. ഇന്ന് ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, നിനക്ക് വേണ്ടി ഒരു രേഖാബോത്ത്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ഒരു രേഖാബോത്ത് വെളിപ്പെടും. ഓ ഹല്ലേലൂയ. ഈ 2026 ആ പദത്തെ ഞാൻ നിങ്ങളുടെ മേൽ തുറക്കുന്നു. ആ പദത്തെ ഞാൻ നിങ്ങളുടെ മേൽ തുറക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ ആ പദം ഞാൻ തുറക്കുകയാ. ഒരു രേഖാബോത്ത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയാലെ വീട്ടിൽ ചെന്ന് നിങ്ങൾ പറയണോ, എന്റെ മേൽ ഒരു രേഖാബോത്ത് തുറക്കൂ. എന്റെ തലമുറയുടെ മേൽ ഒരു രേഖാബോത്ത്. ഹല്ലേലൂയ. ഈ ഒരു ഉറപ്പ് ഹല്ലേലൂയ, ഒരു രേഖാബോത്ത് എനിക്കുണ്ടാകുമെന്ന് പിശാച് മണ്ണിട്ട് മൂടിയടത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വെള്ളം കോരണ്ടെന്ന് പറഞ്ഞ, നീ വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞ, ഹല്ലേലൂയ, പിശാച് മണ്ണിട്ട് മൂടിയടത്ത്. പിശാച് ഹല്ലേലൂയ പിന്നെയും 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 മൂടാൻ നോക്കിയടത്ത്. ദൈവം നിനക്ക് വേണ്ടി ചിലത് തുറന്നു തരികയാ. ഇന്നെന്തോ ആത്മാവ് ആരുടെയോ ഭാവിക്ക് മീതെ ചിലത് തുറക്കുന്നു. നീ വിശ്വസിച്ചോ? നിനക്ക് വേണ്ടി ഹല്ലേലൂയ 26 ദൈവം ചിലത് തുറക്കുകയാ. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. 26 4 മാസവുമായി ബന്ധപ്പെട്ട 26 4 മാസവുമായി ബന്ധപ്പെട്ട നിനക്ക് വേണ്ടി ചില പ്രതീക്ഷിക്കാത്ത വഴികൾ തുറക്കുന്നെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. ഇന്ന് നീ വിശ്വസിച്ചോ? ഹല്ലേലൂയ. നാളുകളായി പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായ ചില വിഷയത്തിന്റെ അകത്ത് ഇന്നും 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 ഒതുങ്ങിക്കിടക്കുന്നത് കർത്താവ് അത് പൊട്ടിച്ചു തരികയാ. പ്രാർത്ഥിച്ചേ. ഒരു രേഖാബോത്ത് എനിക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയായിരിക്കുന്ന ദേശത്ത്, നിന്റെ തലമുറയായിരിക്കുന്ന പട്ടണത്തിൽ, നിന്റെ തലമുറയായിരിക്കുന്ന രാജ്യത്ത് നിർത്തത്തില്ലെന്ന് പറയുന്ന ചില മേഖലകൾക്കകത്ത് ദൈവം ഓർപ്പിക്കുകയാ. ദൈവം ഓർപ്പിക്കുകയാ. നിർത്താതിരിക്കാൻ പിശാച് പല പദ്ധതികളും ഒരുക്കുമ്പോ, തകർക്കാൻ പിശാച് പല പദ്ധതികളും ഒരുക്കുമ്പോ ആത്മാവിൽ പറയില്ല, എനിക്ക് വേണ്ടി ഒരു രേഖാബോത്ത് വെളിപ്പെടും. എനിക്ക് വേണ്ടി ഒരു രേഖാബോത്ത്. ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് പകൽ അത് തുറക്കുന്നു. ആർക്കോ വേണ്ടി ഇന്നത് തുറക്കുന്നു. ചില തലമുറകളുടെ മീതെ അത് തുറക്കുന്നു. അത് 22-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, അതേ അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നൊരു പദമുണ്ട്. അവരവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ഷണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ഈ ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി. ആമേൻ. ഹല്ലേലൂയ. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി. ഹല്ലേലൂയ. വായി തുറന്ന് പറഞ്ഞേ, യഹോവ ഇപ്പോൾ നമുക്ക്. കരമുയർത്തിക്കേ. ഹല്ലേലൂയ. കരമുയർത്തിക്കേ. 2 കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയിട്ട് വായി തുറന്ന് പറഞ്ഞേ, യഹോവ ഇപ്പോൾ എനിക്ക് ഇടമുണ്ടാക്കി. യഹോവ ഇപ്പോൾ എൻ്റെ തലമുറയ്ക്ക് ഇടമുണ്ടാക്കി. യഹോവ ഇപ്പോൾ എനിക്ക് ഇടമുണ്ടാക്കി. യഹോവ ഇപ്പോൾ എനിക്ക് ഇടമുണ്ടാക്കി. എന്റെ തലമുറയ്ക്ക് ഇടമുണ്ടാക്കി. ആ പദം ജീവിക്കുന്നു. ആ പദം ചലിക്കുന്നു. യഹോവ എനിക്ക് ഇടമുണ്ടാക്കി. നീ ഉറക്കത്തില്ലെന്ന് പറഞ്ഞ മണ്ണിനകത്ത്, നീ ഉറക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് യഹോവ നിനക്ക്
ഇടമുണ്ടാക്കി. പലചരയുടെ മീതെ, ആ പലചരയുടെ മീതെ തുറക്കുന്നു, തുറക്കുന്നു, തുറക്കുന്നു. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിക്കുക. ഓ റിബല വര വര ഉടരക ധരെ 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 ധരെ. യഹോവ ഇടമുണ്ടാക്കുന്നു. യഹോവ ഇടമുണ്ടാക്കുന്ന ദൈവമാ. യഹോവ പറിച്ചു കളയുന്ന ദൈവമല്ല. യഹോവ ഉടച്ചു കളയുന്ന ദൈവമല്ല. നിന്നെ ഉറപ്പിക്കുന്ന പ്രാർത്ഥിച്ചോ. ഇന്ന് നീ വാടകയ്ക്കാണെങ്കിൽ, ഇന്ന് നീ ക്ഷീണിച്ചാണെങ്കിൽ, ആത്മാവ് പ്രവചിക്കുന്നു, യഹോവ നിനക്ക് ഇടമുണ്ടാക്കി. യഹോവ ഈ പദം നീ വിടല്ല, ഈ പദം വിടല്ല. യഹോവ ഇടമുണ്ടാക്കി. നിന്നെ ഉറപ്പിക്കുന്നു, ഉറപ്പിക്കുന്നു, ഉറപ്പിക്കുന്നു. സാധ്യതയില്ല, പക്ഷെ ദൈവം നിന്നെ ഉറപ്പിക്കുകയാ. സാധ്യതയില്ല, ദൈവം നിന്നെ ഉറപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ തലമുറയുടെ ദൈവശക്തി തുറക്കട്ടെ. പിതാക്കന്മാരുടെ കാലത്തെ ക്ഷാമത്തെ പൊട്ടിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞിന്റെ മീതെ ഒരു അഭിഷേകം, ഈ കുഞ്ഞിന്റെ മീതെ ഒരു അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ഞാൻ തുറക്കുന്നു. എനിക്കറിയില്ല, ആത്മാവനോട് പ്രവചിക്കുന്നു. ഈ കുഞ്ഞിനെ കവർ ചെയ്ത് പ്രാർത്ഥിച്ചോ. പിതാക്കന്മാരുടെ കാലത്തെ ചില ശാപങ്ങളെ, ചില ശാപങ്ങളെ ഈ തലമുറ, ഈ തലമുറ, ഈ തലമുറ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നല്ലോ. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ആർക്കു വേണ്ടി യഹോവ ഇടമുണ്ടാക്കി, ഇടമുണ്ടാക്കി. നീ അനാഥനല്ല, നീ അനാഥനല്ല. ഹല്ലേലൂയ. നീ അനാഥനല്ല, നീ അവകാശിയാ, നീ അവകാശിയാ, നീ അവകാശിയാ. യേശുവിന്റെ നാമത്തിൽ നീ അനാഥനല്ല, നീ അനാഥനല്ല, നീ അവകാശി, നീ അവകാശി. യേശുവിന്റെ നാമത്തിൽ നീ അവകാശിയാ, നീ അനാഥനല്ല. ഹല്ലേലൂയ. നീ ദാസനല്ല, നീ പുത്രനാണ്. ഹല്ലേലൂയ. നീ ദാസനല്ല. ഹല്ലേലൂയ. നീ ദാസനല്ല, നീ ദാസനല്ല, നീ മകനാണ്, നീ പുത്രനാണ്. ഇടമുണ്ടാക്കി. എനിക്കറിയത്തില്ല, പദം ഇതിനകത്ത് ചലിക്കുന്നു. യഹോവ ഇടമുണ്ടാക്കി. യഹോവ ഇടമുണ്ടാക്കി, ഇടമുണ്ടാക്കി. യഹോവ ഇടമുണ്ടാക്കി. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. നിന്റെ വീട് തുറക്കുകയാ. ആരെല്ലാം മണ്ണിട്ട് മൂടിയാലും, ആരെല്ലാം മണ്ണിട്ട് അടച്ചാലും നീ അത് തുറക്കും, നീ അത് തുറക്കും, നീ അത് തുറക്കും. ശ്വാസമേ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. നിന്റെ മേലെ തുറക്കുന്നു, തുറക്കുന്നു, തുറക്കുന്നു. ഹല്ലേലൂയ. നീ വെക്കാത്ത വീടുകളില്, കുഴിക്കാത്ത കിണറുകളില് തുറക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് പാടും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ചില ശാപങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ, ചില ജാതീയ ശാപങ്ങൾ, ആരോഗ്യത്തെ കെട്ടുന്ന സകല സകല ജാതീയ
ആത്മീയ ശക്തികളുടെ പോരുകളും ഈ തലമുറയുടെ മേൽ ഉയരത്തില്ലെന്ന് പറഞ്ഞെടുത്ത കിണറിനകത്ത് മൂടിയാലോ ഏത് പരസ്യം മൂടിയാലോ നിനക്ക് വേണ്ടി അത് തുറക്കോ, നിനക്ക് വേണ്ടി അത് തുറക്കോ, നിനക്ക് വേണ്ടി അത് തുറക്കോ. പിശാചിന് പിടിക്കാൻ കഴിയാത്തതുപോലെ, പിശാചിന് വഹിക്കാൻ കഴിയാത്തതുപോലെ, ദേശത്തിന് വഹിക്കാൻ കഴിയാത്തതുപോലെ അവിടെ ഒരു പദമുണ്ട്. ഹല്ലേലൂയ. ക്ഷാമവുമായിട്ട് ക്ഷാമത്തിൽ കയറി തൊട്ടവനോട് ഹല്ലേലൂയ മറ്റുള്ളവർ പറയുകയാണ്, ഹല്ലേലൂയ ആൾക്കാർ പറയുക, ഹല്ലേലൂയ നിന്നെ വഹിക്കാൻ കഴിയുന്നില്ല, നിന്നെ ദേശത്ത് വഹിക്കാൻ കഴിയുന്നില്ല, നീ മറ്റൊരിടത്തേക്ക് പൊക്കോ. കൂടെയുള്ളവർ പറയുക, നിന്നെ എനിക്ക് വഹിക്കാൻ കഴിയുന്നില്ല, ഇവിടുന്ന് നീ പോ. ജീസസ് മിനിസ്ട്രിയെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. മാവേലിക്കര പട്ടണത്തിന് വഹിക്കാൻ കഴിയാത്തതുപോലെ സന്തോഷമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിടിക്ക്. മാവേലിക്കര പട്ടണത്തിന് വഹിക്കാൻ കഴിയാത്തതുപോലെ യേശുവിന്റെ നാമത്തിൽ അതുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷാമത്തെ കയറി തൊട്ടവനോട് പറയുക, നീ ഞങ്ങളെക്കാൾ ബലവാനാ, നീ ഞങ്ങളെക്കാൾ ബലവാനാ. ഹല്ലേലൂയ. നീ ഞങ്ങളെക്കാൾ ബലവാനാ. ഞങ്ങൾക്ക് തൊടാൻ കഴിയാത്തത്, ഞങ്ങൾക്ക് ഈ ദേശത്തിന് നിന്നെ വഹിക്കാൻ കഴിയുന്നില്ല, നീ ഇവിടെ നിന്ന് പോകാൻ. ക്ഷാമത്തെ കയറി തൊട്ടവനെ, പ്രശ്നത്തെ കയറി തൊട്ടവനോട് പറയുക, ഹല്ലേലൂയ നിന്നെ വഹിക്കാൻ കഴിയുന്നില്ലെന്ന്. പിശാചിന് നിന്നെ വഹിക്കാൻ കഴിയാത്തതുപോലെ, നിന്റെ തലമുറയെ വഹിക്കാൻ കഴിയാത്തതുപോലെ നീ പാർക്കുന്ന ദേശത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ തുടങ്ങുകയാ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുക. ഹല്ലേലൂയ. ഈ ദൂത് പറയുമ്പോൾ ഒരു സാധ്യതയും നിനക്കില്ല, ഒരു സാഹചര്യവും നിനക്കില്ല. ഹല്ലേലൂയ. ഒരു പക്ഷെ നീ വാടക വീട്ടിലായിരിക്കോ, ഒരു പക്ഷെ നിനക്ക് സ്വന്തമായ ഒരു ഭൂമി പോലും ഇല്ലായിരിക്കാം. പക്ഷെ ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയ, ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയ, ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയ. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാപിച്ചോ, ദൈവം നിന്നെ വർദ്ധിപ്പിക്കാം. സ്വന്തമായി ഇടമില്ലാത്ത ആരുടെയോ കരത്തെ ദൈവം ചിലത് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഈ ആണ്ടില് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ, ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ ആരുടെയോ മീതെ വർദ്ധനവുകൾ. ശകരബന ഹല്ലേലൂയ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ കുറേ ദൂരം, കുറേ മൈലുകൾ താഴെ ഗ്രൗണ്ടിൽ ഇത് റൺ ചെയ്യും. കുറേ കിലോമീറ്റർ റൺ ചെയ്തിട്ട് സഡൻലി എന്ത് സംഭവിക്കുന്ന അറിയാത്തതുപോലെ അത് ടേക്ക് ഓഫ് ചെയ്യുന്നേ എന്ന് പറഞ്ഞതുപോലെ ഇപ്പം നീ താഴെ റൺ ചെയ്യുകയാ.
ഹല്ലേലൂയ. ഇപ്പൊ താഴെ കിടന്ന് കിലോമീറ്ററുകളോളം താഴെ കിടന്ന് ഓടുക. പക്ഷെ 25 നീ താഴെ കിടന്ന് കിലോമീറ്ററുകളോളം ഓടി 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 പിടിക്കാമോ എന്ന് ചിന്തിച്ച്, എത്താമോ എന്ന് ചിന്തിച്ച് നീ ഓടുക. പക്ഷെ 26 എന്താ സംഭവിക്കുന്ന അറിയാത്തതുപോലെ ഞാനൊരു ദൂത് പറയാം. നിന്റെ അയൽവക്കത്തിരിക്കുന്നവർക്ക് അതിശയം തോന്നുന്നത് പോലെ ചിരിച്ചോണ്ട് ഇപ്പൊ നിന്നെ നോക്കി പറയുന്നത് എന്താണെന്നറിയാവോ? തകർന്നെന്ന്. ചിരിച്ചോണ്ട് ഇപ്പൊ നിന്നെ നോക്കി പറയുന്നത് എന്താണെന്നറിയാവോ? തീർന്ന്. അവന്റെ സന്തതി അവസാനിച്ചു. അവന്റെ കുടുംബം പട്ടിണിയായി. പക്ഷെ അവരുടെ മുന്നേ ഓ, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിടിക്ക. അവരുടെ മുന്നിൽ നിന്റെ തലമുറ, ഓ, അവരുടെ മുന്നിൽ നിന്റെ തലമുറ, അവരുടെ മുന്നിൽ നിന്റെ തലമുറ, അവരുടെ മുന്നിൽ നിന്റെ തലമുറ വർദ്ധനവിനെ പിടിക്കും, വർദ്ധനവിനെ പിടിക്കും, വർദ്ധനവിനെ പിടിക്കും. യേശുവിന്റെ നാമത്തിൽ അവരുടെ മുന്നിൽ നിന്റെ തലമുറ തകർന്നെന്ന് പറഞ്ഞെടുത്ത്, തീർന്നെന്ന് പറഞ്ഞെടുത്ത്, നിനക്ക് വേണ്ടി ഒരു രേഖബോധ്, രേഖബോധ്, രേഖബോധ്. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യഹോവ എനിക്ക് വേണ്ടി, യഹോവ എനിക്ക് വേണ്ടി, യഹോവ എനിക്ക് വേണ്ടി, യഹോവ എനിക്ക് വേണ്ടി. ചിലത് 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 തുറക്കോ. ഹല്ലേലൂയ. ഇവന്റെ വർദ്ധനവ് കണ്ടപ്പോ ഇവന്മാര് കിണർ മൂടാൻ തുടങ്ങി. ഈ പിശാച് ഒരുക്കുന്ന, ഞാൻ എപ്പോഴും പറയുന്നൊരു പദവാ, ഓലപ്പാമ്പൊന്നും കണ്ട് വാക്തത്വമുള്ളവൻ പേടിക്കത്തില്ലെന്ന്. പിശാച് കൊണ്ടുവരുന്ന ചെറിയതൊന്നും കണ്ട് നിയോഗമുള്ള നീ പേടിക്കട്ടെന്ന്. എടാ, നിന്റെ കയ്യിൽ അതിനും വലിയതിരിക്കുമ്പോ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ആ പദം എവിടെങ്കിലും എഴുതി വെക്കാമെങ്കിലോ, ഒന്നെങ്കിൽ നിങ്ങൾ ഡയറിയിലോ അല്ലെ എവിടെങ്കിലും നിങ്ങൾ ആ പദം ഒന്ന് ഹല്ലേലൂയ നോട്ട് ചെയ്യണം. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി. ആ പദം നിങ്ങൾ എവിടെങ്കിലും നോട്ട് ചെയ്യണം. ഹല്ലേലൂയ. 26-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. ഇടമുണ്ടാക്കി. ഞാൻ പദമെന്ന് പറഞ്ഞ ഇടമുണ്ടാക്കി. ഇപ്പൊ ഇടമില്ല, ഞെരുങ്ങിയിരിക്കുക. പക്ഷെ ഇന്ന് ആത്മാവിൽ ആരോട് പ്രവചിക്കുന്നു? ഇടമുണ്ടാക്കും. ഹെക്സിവ സിസ്റ്റർ അത് പിടിച്ചോ. സാധ്യതയില്ല, സാഹചര്യമില്ല, പ്രതീക്ഷിക്കാനുള്ള ഒന്നുമില്ല. പക്ഷെ വാക്തത്വം പിടിക്ക. യഹോവ ഇടമുണ്ടാക്കും, യഹോവ ഇടമുണ്ടാക്കും. ഞാൻ എപ്പോഴും പറയുന്നല്ലോ, 100-ാമത്തെ വയസ്സിൽ ദൈവത്തിന് തുറക്കാൻ കഴിഞ്ഞെങ്കിൽ, 100-ാമത്തെ വയസ്സിൽ ദൈവത്തിന് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, ഇടമുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ദൈവം നിനക്കത് തുറക്കും. കരമടിച്ച് 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 ഹല്ലേലൂയ. യഹോവ നിങ്ങൾക്ക്, ഞാൻ നിങ്ങളെ ഓരോരുത്തരെ നോക്കി പ്രവചിക്കുകയാ. ഇന്ന് ആ വേർഡ് നിങ്ങൾ എഴുതി വെച്ചിട്ടോ, നിങ്ങൾ എപ്പോഴും പറയണം, യഹോവ എനിക്ക് ഇടമുണ്ടാക്കും, യഹോവ എൻ്റെ തലമുറയ്ക്ക് ഇടമുണ്ടാക്കും. ഹല്ലേലൂയ. മണി ചേച്ചി അത് പറയണം, യഹോവ എനിക്ക് ഇടമുണ്ടാക്കും. ഞാൻ പറയാം, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
അടഞ്ഞത് ദൈവം തുറക്കും. അടഞ്ഞ സാധ്യതകൾ ദൈവം തുറക്കും. ആരൊക്കെയോ മണ്ണിട്ട് മൂടിയത്, ആരൊക്കെയോ ഷണ്ടയിട്ട് അടച്ചത്, നീ ഇത് പറയുമ്പോ നിന്റെ നാവിനകത്ത് ഈ പ്രവചന വാക്ക് തുറക്കുമ്പോ, ഈ പദം തുറക്കുമ്പോ, ഹല്ലേലൂയ, അടഞ്ഞ രഹമോത്തുകൾ ദൈവം തുറക്കുന്നു. ആർക്കൊക്കെ വേണ്ടി രഹമോത്തുകൾ തുറക്കുന്നു. പാടിക്കുക അറിയാവുന്നവരെല്ലാം ഒരു മിനിറ്റ് ദൈവ സാന്നിധ്യമായി കണക്ട് ആയിക്കേ.